നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ശേഷം എൻ്റെ ശ്രദ്ധയിലൊരു വീഡിയോ പെടുന്നു. മറ്റൊന്നുമല്ല, എറണാകുളത്തെ വളഞ്ഞമ്പലം ദേവീ ക്ഷേത്രം. ആ ദേവീ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. 8 ദിവസം നീളുന്ന ഉത്സവം നടക്കുകയാണ്. പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവതിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ടായിരിക്കും ഞാൻ ശ്രദ്ധിച്ചത്. മറ്റൊന്നുമല്ല, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലെ റിപ്പോർട്ടറായിട്ടുള്ള പീയൂഷിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പീയൂഷ് നല്ല മാന്യനായ ചെറുപ്പക്കാരനാണ്. നല്ല രീതിയിൽ തന്നെ പബ്ലിക് വിഷയങ്ങളൊക്കെ ചാനലിലൂടെ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്ന ഒരു മര്യാദക്കാരനായിട്ടുള്ള നല്ലൊരു പയ്യൻ തന്നെയാണ്. പക്ഷേ പുള്ളിയുടെ പ്രൊഫൈലിൽ കണ്ട ആ വീഡിയോ ഞാൻ ഇന്നലെ രാത്രി ശ്രദ്ധിച്ചു. പിന്നീട് ഞാനത് വിട്ട് കളഞ്ഞു. സ്വാഭാവികമായിട്ട് എനിക്കും വിഷമം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ. ആ വീഡിയോ ഞാനിവിടെ കാണിക്കാം. അതിന്റെ കൂടെ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം അതിന്റെ ഓഡിയോ പീയൂഷ് ഇവിടെ ഇട്ടിട്ടില്ല. അതിന്റെ വീഡിയോ ദൃശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചില ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനതൊന്ന്. നോക്കൂ, പീയൂഷ് ആ അമ്പലത്തിലെ ഫുഡ് കൊടുക്കുന്ന ആ ഭാഗത്തേക്ക് അദ്ദേഹം നടന്നു വരികയാണ്. നടന്നു വന്നതിന് ശേഷം അദ്ദേഹം ഒരു പാത്രം എടുത്തിട്ട് ആരോടും ചോദിക്കാനും പറയാനും നിൽക്കുന്നില്ല. അദ്ദേഹം ആ പാത്രം തുറന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഫുഡ് നല്ല കുനിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇത് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാര്യമുണ്ട്. ഏറ്റവും അടിയിലാണ് ഫുഡ് ഇരിക്കുന്നത്. കാരണം മിച്ചമായിട്ട് കുറച്ച് ഫുഡേ ഉള്ളൂ എന്ന് ആ ചെരിഞ്ഞ് അദ്ദേഹം കുനിഞ്ഞെടുക്കുന്നതിലും ദൃശ്യം വ്യക്തമാണ്. ഇത് അദ്ദേഹം കറിയൊക്കെ എടുക്കുകയാണ്. കറിയൊക്കെ എടുത്തതിന് ശേഷം ക്യാമറാമാൻ നല്ല സൂം ചെയ്ത് കംപ്ലീറ്റ് ഗംഭീരമായിട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ പീയൂഷ് പിന്നീട് പറയുന്ന അവകാശവാദങ്ങളൊക്കെ വളരെ രസകരമാണ്. അദ്ദേഹം കറിയൊക്കെ എടുക്കുന്നു. ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് വരുന്നത്. അദ്ദേഹം കറി എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് എന്തോ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന സമയത്ത് പീയൂഷ് എന്തോ തിരിച്ച് അങ്ങോട്ടും പറയുന്നു. അപ്പൊ അദ്ദേഹം എന്തോ ഒരു വളരെ സൗമ്യന, അദ്ദേഹത്തിന്റെ അടുത്ത് വേറെ ആളുകളൊക്കെ ഉണ്ട്, കലാകാരന്മാരൊക്കെ ഉണ്ട്. അവിടെ തായമ്പകയൊക്കെ നടക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പീയൂഷ് ഇതാണ്. അതായത് പിന്നെ അവസാനം പീയൂഷ് കാണിക്കുന്നത് എന്താണ്? പീയൂഷ് ആ ചോറ് അവിടെ വെച്ചിരിക്കുകയാണ്. പീയൂഷ് ഉപയോഗിക്കാത്ത രീതിയിൽ അദ്ദേഹം വഴക്ക് പറഞ്ഞ് എന്തോ അവിടെ തിന്നാൻ പാടില്ല എന്ന് ബലമായിട്ട് നിർബന്ധം പിടിച്ചുകൊണ്ട് പീയൂഷിനോട് പറഞ്ഞു എന്ന രീതിയിൽ പീയൂഷ് അവിടെ ഫുഡ് വെച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് പീയൂഷ് ഈ വീഡിയോയ്ക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന കുറെ ടെക്സ്റ്റുകൾ ഉണ്ട് കേട്ടോ. ആ ടെക്സ്റ്റ് അതിനു മുൻപ് ഇതിന്റെ അവസാനത്തെ പോർഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വളരെ മാന്യനായിട്ട് വളരെ സൗമ്യമായിട്ടാണ് ആ കമ്മിറ്റിക്കാരൻ വന്ന് അദ്ദേഹത്തോട് ഇടപെടുന്നതും. അദ്ദേഹം പിന്നീട് പറഞ്ഞ ഭാഗങ്ങളോ ഒന്നും ദൃശ്യങ്ങളിൽ കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് ആകെ പീയൂഷ് ചോറ് അവിടെ അതിൽ കറിയൊക്കെ ഒഴിച്ച ചോറ് അവിടെ വെക്കുന്നത് മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്കും വലിയ വിഷമം വന്നു. അയ്യോ, ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അതും അന്നദാനത്തിന് വന്നിട്ട് അയാളുടെ ചോറ് അവിടെ വാങ്ങി വെപ്പിച്ചല്ലോ. ഇതാ ഇനി കാണാൻ പോകുന്നത് ആ ചോറ് അവിടെ വെച്ചിട്ടുള്ള ദൃശ്യം മാത്രമാണ്. അതിനു മുൻപുള്ള ദൃശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കാണിച്ചിട്ടില്ല. ഇനി പീയൂഷ് ഇതിന് അടിക്കുറിപ്പായിട്ട് അതല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അത് ഞാനിവിടെ വായിക്കാം. ഗംഭീരമാണ്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇത് ഞാനിവിടെ അക്ഷരം വിടാതെ വായിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പീയൂഷ് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഒരു ക്ഷേത്രത്തിന് നേരെ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുക, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ക്ഷേത്രത്തോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പകയുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹം ആ വീഡിയോയ്ക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു, കഴിക്കാനെടുത്ത ഭക്ഷണം തിരിച്ചു വെപ്പിച്ച് ക്ഷേത്ര കമ്മിറ്റിക്കാരൻ. എത്ര വ്യാജപരമായിട്ടാണ്, നിരുത്തരവാദപരമായിട്ടാണ് ഒരു ക്ഷേത്രത്തിനെതിരെ ഇയാൾ ആക്ഷേപം ഉന്നയിച്ചതെന്ന് നോക്കും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് സമ്മാനിച്ചത്. കഴിക്കാനെടുത്ത ഭക്ഷണം തിരിച്ചു വെക്കേണ്ടി വന്നു. അതും ഒരു ക്ഷേത്രത്തിന്റെ തിരുനടയുടെ മുന്നിൽ വെച്ച്. മനസ്സിനുണ്ടായ വേദന അത്രയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത്. എറണാകുളം വളഞ്ഞമ്പലം ദേവീ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ശനിയാഴ്ച 15/2/2025 ഡേറ്റ് കൊടുത്തിരിക്കുന്നു. രാത്രിയിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചെണ്ടമേളം കാണാനായി സുഹൃത്തുക്കളുമൊത്ത് അവിടെ പോയി മേളം കാണുന്നതിനിടെ കമ്മിറ്റിക്കാരിൽ ഒരാൾ ആഹാരമുണ്ട്, കഴിക്കുന്നെങ്കിൽ കഴിക്കൂ എന്ന് പറഞ്ഞു. ഇയാളോട് കഴിക്കാൻ ആദ്യം വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടോ വിശപ്പില്ലാത്തതിനാലും രാത്രിയിൽ ചോറ് കഴിക്കാത്തതിനാലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ഒരാളായ ദിലീപ് ഭക്ഷണം എടുത്ത് കഴിച്ചു. ദിലീപ് എന്നോടും കൂടെ ഉണ്ടായിരുന്ന അഭിനന്ദ് എന്ന സുഹൃത്തിനോടും കഴിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും മേളം ആസ്വദിച്ചു. ഇതിനിടയിൽ പലരും ഞങ്ങളുടെ മുന്നിൽ കൂടി ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹം പറയുന്നത് ശരി തന്നെ. അവിടുത്തെ കലാകാരന്മാരാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ട്വിസ്റ്റൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും തീർന്നപ്പോൾ ആരോ ചോറിരിക്കുന്ന പാത്രം അടച്ചു വെച്ചു. ഈ സമയം ക്ഷേത്രത്തിലെ പ്രസാദം അല്പം കഴിക്കാമെന്ന് അങ്ങോട്ട് മനസ്സിൽ വന്നു. ചെറിയ തവി ചോറും കറികളും എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കമ്മിറ്റി അംഗം വന്ന് വഴിയിൽ കൂടി പോകുന്നവർക്ക് കൊടുക്കാനല്ല ഭക്ഷണം വെച്ചിരിക്കുന്നത്, കമ്മിറ്റിക്കാർക്കും പരിപാടി അവതരിപ്പിക്കുന്നവർക്കുമാണെന്ന് പറഞ്ഞു. നോക്കൂ, ഇയാൾ പച്ച നുണയാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് ഈ വഴിയിൽ കൂടെ പോകുന്നവർക്ക് എടുത്ത് കഴിക്കാനുള്ളത് അല്ല ഭക്ഷണം എന്ന് പറയുന്ന രംഗങ്ങളൊന്നും ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നില്ല. ഇതിൽ കണ്ട ഈ വീഡിയോ ക്ലാരിറ്റിയോടുകൂടി കാണണം
കാണണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രൊഫൈലിന്റെ പിക്ചറോടെ കൊടുക്കുന്നുണ്ട്, VK ബൈജു എന്നാണ്. അതിൽ ഞാൻ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് പോയിട്ട് എല്ലാവർക്കും നോക്കാം. കൃത്യമായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി അതിൽ ശബ്ദവും കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട്. അതിലൊന്നും ഈ പറയുന്ന ഈ കമ്മിറ്റിക്കാരൻ ഇയാളോട് തർക്കിക്കുന്നതോ അതല്ലെങ്കിൽ വഴിയിലൂടെ കയറി വരുന്നവർക്ക് എടുത്ത് കഴിക്കാനുള്ളതല്ല എന്നൊന്നും പറയുന്നില്ല. വളരെ അദ്ദേഹം ഒരു അപേക്ഷാ സ്വരത്തിലാണ് ഒരു കാര്യം പറയുന്നത്. ഇനി എന്താണ് അപേക്ഷ എന്നുള്ളതൊക്കെ ആ കമ്മിറ്റിക്കാരൻ തന്നെ പറയുന്നുണ്ട്. ഇനി ഇയാളുടെ പോസ്റ്റ് പോവുകയാണ്. കമ്മിറ്റിക്കാരിൽ ഒരാൾ പറഞ്ഞിട്ടാണ് ചേട്ടാ കഴിക്കാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇവിടെ ഭക്ഷണം ഇല്ലെന്നും മറ്റും പറഞ്ഞ് അയാൾ വളരെ പരുഷമായി സംസാരിച്ചു. പച്ച നുണകൾ എന്തിനാണ് പീയൂഷെ ഇങ്ങനെ എഴുതി വിടുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിക്കാണ്ടിരിക്കാനാവില്ല. കാരണം താങ്കൾ ഒരു മാന്യനായിട്ടുള്ള പത്രപ്രവർത്തകനാണ്, റിപ്പോർട്ടർ ആണ് എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ ഒരു ദേവീ ക്ഷേത്രത്തിന്റെ ഈ വിഷയത്തിൽ പോലും പച്ച നുണ പറയുന്ന താങ്കളെ മാത്രമല്ല, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ഷാജിൻ സാർ, അദ്ദേഹത്തിന്റെ ആ ചാനലിന് കൂടിയാണ് അപമാനം എന്നത് എടുത്തു പറയാതിരിക്കാനാവില്ല. ഇതോടെ കഴിക്കാനെടുത്ത ഭക്ഷണം അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡെസ്കിൽ വെച്ചു. മനസ്സിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. കണ്ണു നിറയാതിരിക്കാൻ പാടുപെട്ടു. വിശപ്പുണ്ടായിട്ടല്ല ഭക്ഷണം എടുത്തത്. വിശപ്പില്ലാതെ ഭക്ഷണം എടുക്കാൻ പാടില്ല എന്നുള്ള തത്വം താങ്കൾക്ക് അറിയോ എന്ന് എനിക്ക് അറിയില്ല. ക്ഷേത്രത്തിലെ പ്രസാദം അല്പം കഴിക്കാമെന്ന ആഗ്രഹം വന്നതുകൊണ്ട് വിഷമം ഉള്ളിൽ കൊണ്ടത് മാത്രമാണ്. വിഷമം ഉള്ളിലൊതുക്കി ആ മനുഷ്യനോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാനെടുക്കുന്ന ആരോടും ഇങ്ങനെ ഒരിക്കലും പറയരുത്. അയാൾ എന്തൊക്കെയോ അവിടെ നിന്ന് ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. നോക്കൂ, ഇതൊന്നും വീഡിയോയിൽ ഇല്ല കേട്ടോ. ഇയാൾ ശുദ്ധ നുണ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ശുദ്ധ നുണ പറയുകയാണെന്ന് പറയാൻ കാരണമുണ്ട്. ആ പറയുന്ന ഈ കമ്മിറ്റിക്കാരനും ഈ കമ്മിറ്റിക്കാരോടൊപ്പമുള്ള മറ്റൊട്ടേറെ ആളുകൾ ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഓഡിയോ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. എന്തായാലും ചേട്ടനെ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നും പറഞ്ഞു ഈ വ്യക്തി. പീയൂഷ് പറഞ്ഞു എന്നാ പീയൂഷ് പറയുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും അത് വലിയ വിഷമം ഉണ്ടാക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഇങ്ങനെ പോവുകയാണ് പുള്ളിയുടെ പോസ്റ്റ്. പക്ഷെ അവസാനം കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടായ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഒരു ഭക്തൻ എന്ന നിലയിലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിലും വലിയ വേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ കൊടുത്തിട്ട് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ പീയൂഷ് ആർ എന്ന് പറയുന്ന പ്രൊഫൈലിൽ പോയാൽ കിട്ടും. ഇനി വീഡിയോ എത്രത്തോളം അയാൾ അവിടെ നിലനിർത്തും എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രൊഫൈലിൽ ഈ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഇയാൾ അതിന് അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റും ഞാൻ അതിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ആദ്യ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാണുക പോയിട്ട്. നോക്കൂ, ഇയാൾ പറയുന്ന യാതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് ഞാൻ പറയുന്നതല്ല. എനിക്ക് ഇന്ന് രാവിലെയും എന്റെ ശ്രദ്ധയിലേക്ക് ദൈവം കൊണ്ടുവന്നത്, ഭഗവതി കൊണ്ടുവന്നു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. വീണ്ടും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്റെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ പന്തികേടുകൾ തോന്നി. കാരണം അതിലെ കമന്റുകൾ നോക്കിയ സമയത്ത് ഈ പാവം പിടിച്ച കമ്മിറ്റിക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് സുധീഷ് എന്നാണ്. ആ സുധീഷ് എന്ന് പറയുന്ന പ്രായം കൂടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പച്ചത്തെറി വിളിച്ച് പലരും പീയൂഷിനോടുള്ള ആരാധന മൂത്തുകൊണ്ടും പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പ്രതികരിച്ചു പോകല്ലോ. ഇത്തരത്തിൽ അന്നം കഴിക്കാൻ വേണ്ടി ഒരാൾ എടുക്കുമ്പോൾ അത് തിരിച്ചു വെപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ വേദനാജനകം തന്നെയാണ്. ആ രീതിയിൽ തന്നെ ഒരുപാട് കമന്റുകൾ വരുന്നു. പക്ഷേ ആ ക്ഷേത്രത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലാണ് പീയൂഷ് ഇത് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാവും. അതുകൊണ്ട് ഈ വീഡിയോയുടെ പിൻ ചെയ്ത് വെച്ചുള്ള കമന്റിൽ ക്ലിക്ക് ചെയ്ത് എന്റെ VK ബൈജു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പീയൂഷ് ഇത് നിലനിർത്താൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനി അല്ലാത്തവർക്ക് പീയൂഷിന്റെ വാളിലും പോയിട്ട് അദ്ദേഹത്തോട് മറുപടി പറയാൻ പറ്റുന്നതാണ്. പറ്റുന്നവരെല്ലാവരും ചെയ്യുക. ഇനി കമ്മിറ്റിക്കാരെ വിളിച്ച ഓഡിയോ ഞാനിവിടെ ഇടാം. ഗൂഗിളിൽ ലഭ്യമാണ്. ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ തന്നെയാണ്. ആ മൊബൈൽ നമ്പർ പ്രകാരമുള്ള പ്രകാശൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് എങ്ങനെയെന്ന് നമുക്ക് കേൾക്കാം. ഹലോ. പറയൂ. ഞാനത് കണ്ട്. പക്ഷെ അത് പുള്ളി അങ്ങനെ തിരിച്ചു വെക്കാനൊന്നും നിർബന്ധിക്കണമൊന്നുമില്ല. പുള്ളി പറഞ്ഞിട്ടുണ്ടാകണത് ഇത് വൈകുന്നേരമായിരിക്കും മിക്കവാറും. വൈകുന്നേരം ചിലപ്പോൾ ഭക്ഷണം ഈ മേളക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ ഉള്ള ഭക്ഷണമായിരിക്കും അവിടെ വെച്ചേക്കണത്. അവർക്കുള്ള ഭക്ഷണമായിരിക്കും. അപ്പൊ അത് ചിലപ്പോ കുറവാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത്രേ വരാൻ ചാൻസ് ഉള്ളത്. അല്ലാണ്ട് പുള്ളി തിരിച്ചു വെപ്പിച്ചിട്ടില്ല. പുള്ളി സംസാരിക്കണതന്നെ ഉള്ളു. അല്ലാണ്ട് തിരിച്ചു വെക്കാന് വേറെ നിർബന്ധിക്കുന്ന ഒന്നുമില്ലല്ലോ. ഇല്ല, പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് അതാണ്. അതെനിക്കൊരു സംശയം തോന്നിയത്. കാരണം ഇത്തരത്തില് സംഭവം സംഭവിച്ചേക്കണ ഇതായിരിക്കുള്ളു. എന്നുവെച്ചാല് ഈ മേളക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ ഉള്ള ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നതായിരിക്കും. ഈ വ്യക്തിയുടെ പേരെന്താ? ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആളുടെ പുള്ളിയുടെ പേര് സുധീഷ് എന്നാണ്. പുള്ളി ഒന്നും പറയണില്ലല്ല. പുള്ളി ജസ്റ്റ് കണ്ടപ്പോഴാ ഭക്ഷണം കൂടുതലുണ്ടെങ്കിൽ പറയത്തില്ല, കുറവുണ്ടാവുമായിരിക്കും. ചെയ്യാണ്ട് വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുള്ളി വേറെ നിർബന്ധിച്ചൊന്നും പറയണമൊന്നുമില്ലല്ലോ.
അല്ല അത് മാത്രമല്ല, ഒരാള് അപരിചിതരായിട്ടുള്ള ഒരാൾ വന്നിട്ട് അവിടെ വന്ന് ഭക്ഷണം അങ്ങനെ പബ്ലിക് കൊടുക്കുന്നില്ലല്ലോ. ഭക്ഷണം പബ്ലിക്കായിട്ട് കൊടുക്കുന്ന സ്ഥലം അല്ലല്ലോ. അപ്പൊ ഇത് അങ്ങനെ അവിടെ നമ്മള് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാ, മനസ്സിലായോ? ഉള്ളത് കംപ്ലീറ്റ് ഭയങ്കരമായിട്ട് കൊടുക്കുന്നതാ. ചില ദിവസങ്ങളിൽ കണ്ടമാനം കളയുന്നതുമാ. അപ്പൊ ചില ദിവസങ്ങളിൽ കുറവുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോ ഇത് അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം കുറച്ചെടുത്ത് വെച്ചിരിക്കുന്ന കലാകാരന്മാർക്കും മേളക്കാരും ഗാനക്കാര് അങ്ങനെയുള്ള കുറെ തൊഴിലാളികളൊക്കെ ഉണ്ട്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിരിക്കും വൈകുന്നേരം എടുത്തു വെക്കണത്, മനസ്സിലായി? അപ്പൊ അത് പറഞ്ഞപ്പോ പുള്ളി അത് ചിലപ്പോ അത് പറഞ്ഞിട്ടുണ്ടാവും. പറയാൻ വഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനിപ്പോ തന്നെ നമ്പർ തരാം. കേട്ടല്ലോ. ഇനി ഈ പറയുന്ന സുധീഷ് എന്ന് പറയുന്ന പീയൂഷ് ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന കമ്മിറ്റിക്കാരൻ, ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചു എന്നൊക്കെ പീയൂഷ് ആരോപിക്കുന്ന ഈ കമ്മിറ്റിക്കാരന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. ഹലോ. സുധീഷ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം ചേട്ടാ, എന്റെ പേര് ബൈജു എന്നാണ്. ഞാൻ 1-2 ചെറിയ ഓൺലൈൻ ചാനലുകളൊക്കെ നടത്തുന്ന ഒരാളാണ്. പിന്നെ ചേട്ടന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വളഞ്ഞമ്പലം ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ദേവീക്ഷേത്രത്തിൽ. അപ്പൊ അവിടെ മറുനാടൻ മലയാളിയിലെ റിപ്പോർട്ടർ ഉണ്ട്, പീയൂഷ് എന്ന് പറഞ്ഞിട്ട്. അവനായാലും ഏതൊരു സാധാരണക്കാരനായാലും ഒരേ വില തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഉള്ളില്. അതുകൊണ്ട് ഞാൻ അവനെ എടുത്ത് പറയല്ല, അറിയാൻ വേണ്ടി പറയാണ്. അപ്പൊ അവൻ ഭക്ഷണം വിളമ്പി എടുക്കുന്ന സമയത്ത് ചേട്ടൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് എന്തോ ഒരു നിർദ്ദേശം പോലെ പറയുന്നുണ്ട്. അപ്പൊ ആ പുള്ളി ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല, തിരിച്ചു വെപ്പിച്ചു ഈ കമ്മിറ്റിക്കാരൻ. അയാളോട് ദൈവം ചോദിക്കട്ടെ എന്ന രീതിയിലൊക്കെ അവന്റെ പ്രൊഫൈല് ആ വീഡിയോ കൃത്യമായിട്ട് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിത് കണ്ടപ്പോ ചേട്ടന്റെ ഭാഗത്ത് തർക്കിക്കുന്നോ തട്ടിക്കേറുന്നോ ഒന്നുമില്ല, എന്തോ ഒരു നിർദ്ദേശം പോലെ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് പിന്നെ ഫുഡ് വെച്ചതായിട്ടുള്ള ചിത്രം മാത്രമേ പിന്നെ കാണിക്കുന്നുള്ളൂ, വെപ്പിക്കുന്നതൊന്നായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ഗൂഗിളിൽ കൊടുത്ത നമ്പർ പ്രകാരം ഞാനത് വിളിച്ചത്. അങ്ങനെയാണ് അങ്ങയുടെ നമ്പർ ഇപ്പൊ വാങ്ങിയത്. അപ്പൊ ഇത് ഓർക്കുന്നുണ്ടോ ഇന്നലെ രാത്രി നടന്ന ഈ സംഭവം? പിന്നെ എന്താണ്? അന്നദാനം ഉണ്ടായിരുന്നില്ലായിരുന്നു, ഇന്നലെ അന്നദാനം രാവിലെ മാത്രമേ ഉള്ളൂ. അപ്പൊ കലാകാരന്മാർക്കും ആനക്കാർക്കും മേനക്കാർക്കും ഉള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട്. അപ്പൊ എടുക്കുമ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇയാള് റിപ്പോർട്ടറാണെന്ന് അറിയായിരുന്നോ ഈ മറുനാടന്റെ? ഇല്ലായിരുന്നു അല്ലെ? അപ്പൊ ഇത് അദ്ദേഹം അതിന്റെ ഉള്ളില് കിച്ചണിൽ കയറി വന്ന് എടുക്കായിരുന്നു. ഇത് പബ്ലിക് പ്ലേസ് അല്ല, അമ്പലത്തിന്റെ ഭാരവാഹികൾ നിൽക്കുന്ന സ്പേസ് ആണ്. അതെ. ഓക്കെ. പിന്നീട് ഇത് അറിഞ്ഞോ, ഇങ്ങനെ വീഡിയോ ഇട്ടതോ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? ഇല്ല. ഞാൻ ആക്റ്റീവ് അല്ല. ആണല്ലേ? ഓക്കെ. ഇപ്പൊ ഏതിലാണുള്ളത്? പീയൂഷ് അടിച്ചാൽ മതി ഫേസ്ബുക്കില്. അദ്ദേഹം മറുനാടന്റെ ഒരു റിപ്പോർട്ടറാണ്. ഈ പബ്ലിക് വിഷയങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന റിപ്പോർട്ടറാണ്. നല്ല അത്യാവശ്യം റീച്ചുള്ള റിപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ക്ഷേത്രത്തിന് ഒന്നടങ്കമാണ് സത്യത്തില് അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ക്ഷേത്രത്തില് അന്നം കഴിക്കാൻ വേണ്ടി ആദ്യം അദ്ദേഹത്തെ ആരോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ പുള്ളിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടും പിന്നെ ചോറ് വൈകിട്ട് കഴിക്കാത്തത് കൊണ്ടും പുള്ളി വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് ഒരുപാട് ആളുകൾ അങ്ങനെ ഇടയിൽ പോയിട്ട് എടുക്കണം കണ്ടപ്പോ പുള്ളിയും തന്നെ ഒരു തവി ഒരുപാട് ആളുകളുടെ ഇടയിൽ പോയിട്ടുണ്ടെന്ന് അത് ഇവരാണ് മറ്റേ ഈ കലാകാരന്മാർക്കും ഇതുണ്ട്. നമ്മൾ നന്നായിട്ട് അന്നദാനം കൊടുത്തതായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി അന്നദാനം ഉണ്ടായിട്ടുമില്ല അല്ലെ? ഇല്ല. ഇത് ഇവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഫുഡ് എന്നുള്ളത് ചേട്ടൻ ഇവർക്ക് വേണ്ടി മാത്രം വെച്ചതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആൾക്കാരെ എടുക്കുമ്പോ നമ്മൾ ഒന്നും പറയാറില്ല. ഞാൻ പുള്ളി എടുത്തപ്പോഴും പറഞ്ഞു ഇങ്ങനെ ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. അപ്പൊ പുള്ളി അവിടെ ദേഷ്യത്തോടെ വെച്ചിട്ട് പോവാണോ അതോ നിങ്ങൾ തമ്മിൽ കശപിശ ഉണ്ടായാലും? അതെ. ഞാൻ പറഞ്ഞു പുള്ളിയോട് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. എടുത്തതല്ലേ. അപ്പൊ കഴിച്ചില്ല, അവിടെ വെച്ചിട്ട് പോയി. ഇല്ല. അപ്പൊ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല. അപ്പൊ അത് ഇവര് ആസൂത്രിതമായിട്ട് എടുത്തതായതിന് സാധ്യതയുണ്ട്. കാരണം നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ആ വീഡിയോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനു മുമ്പും അതിന് തൊട്ട് മുമ്പ് ആരെങ്കിലും ഫുഡ് കഴിച്ചപ്പോഴും ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരുന്നോ? ഇനി അത് കണ്ടിട്ട് ഇവന്മാര് വാശിക്ക് ചെയ്തതാണെന്ന് അറിയൂലല്ലോ. അല്ല, അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മള് സാധാരണ ആൾക്കാരോട് പറയുമല്ലോ, നമ്മുടെ ജനറലാണല്ലോ. അതെ. അപ്പൊ ഇന്നലെ രാവിലെ മാത്രമേ അന്നദാനം ഉണ്ടായിട്ടുള്ളൂ, വൈകിട്ടില്ല? അതെ. അല്ല, കഴിഞ്ഞ 5 ദിവസമായിട്ടുണ്ട്. രാത്രിയാണ് ഇല്ലാത്തത്. ഓക്കെ. ഉത്സവം എത്ര ദിവസമാണ് അപ്പൊ ഇത്? 8 ദിവസം. അങ്ങ് അവിടുത്തെ ഭാരവാഹിയാണോ അതോ? അതെ. എന്താണ് ക്ഷേത്രത്തിലെ? ഞാൻ കൺവീനറാണ്. ഞാൻ സാധാരണ കമ്മിറ്റി മെമ്പർ മാത്രമേ ഉള്ളൂ. ആണല്ലേ? എനിക്കിതിലൊരു പന്തികേട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കേട്ടോ.
കാരണം നമ്മളിതിലൊന്നും ചെയ്യാനില്ല. ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് ബൈജു എന്നാണ്. കാരണം അതിനൊരു മറുഭാഗം ഉണ്ട് എന്നുള്ള എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിരുന്നു. കാരണം അങ്ങയുടെ ശരീരഭാഷയും അതുപോലെ അങ്ങയുടെ ചുറ്റുവട്ടത്ത് കുറെ ഷർട്ട് ഇടാൻ നിൽക്കുന്ന 1-2 ആളുകളുണ്ട്. ഇവരൊന്നും ഒന്നും പറയുന്നില്ല, അങ്ങ് മാത്രം ഒരു അപേക്ഷ പോലെ എന്തോ പറയുന്നു. അത് കേട്ടിട്ട് പിന്നീട് ഇവൻ ആ ചോറ് അവിടെ വെച്ചിട്ടുള്ള പിക്ചറാ കാണിക്കുന്നത്, വെക്കുന്നതോ മറ്റുള്ളതൊന്നും വീഡിയോയിൽ പിന്നെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അങ്ങയെ ശപിച്ചുകൊണ്ടും അങ്ങേക്ക് ദേവി ചോദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള വാക്കോട് കൂടിയൊക്കെയാണ് ഇവനെ നിർത്തുന്നത്. വലിയൊരു പാരഗ്രാഫാണ് എഴുതിയിട്ടുള്ളത് ഈ വീഡിയോക്ക് താഴെ. അതിൽ വരുന്ന കമന്റുകൾ പൂർണ്ണമായിട്ടും ചേട്ടനെയും എല്ലാ കമ്മിറ്റിക്കാരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റാണ് കേട്ടോ. ശരി, ഓക്കെ ചേട്ടാ. കേട്ടല്ലോ മാന്യ പീയൂഷെ, ഒന്നും കൂടുതൽ പറയാനില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു ചാനലുണ്ട് മറുനാടൻ മലയാളി എന്നുള്ളത്. നിങ്ങൾ ഇത്തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയും ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുമ്പോൾ നിങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇനിയും അറിയാനിരിക്കുന്നതുമായിട്ടുള്ള ഒട്ടേറെ വാർത്തകളും വിവരങ്ങളും ഒക്കെ കേൾക്കുന്ന ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോവും. നിങ്ങൾ വ്യാജനാണോ അതോ വ്യാജന അല്ലേ എന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്ക് വരും. അതുകൊണ്ട് നിങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരുമെന്ന ആ ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ വീഡിയോ പ്രചാരണം ഇത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു. ഇനി എന്റെയും ഈ പറയുന്ന കമ്മിറ്റിക്കാർ സംസാരിക്കുന്നത് വിശ്വാസമില്ലാത്തവർക്ക് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവിടെ നേരിട്ട് പോയിട്ട് അന്വേഷിക്കാവുന്നതാണ്. കാരണം അവിടെ ഈ മേളക്കാർക്കും കലാകാരന്മാർക്കും മാത്രമായി ബാക്കി മാത്രം ഈ പാത്രത്തിന്റെ ഏറ്റവും അടിയിൽ ഇത്തിരി ചോറും കറികളും മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അത് സംരക്ഷിക്കുക എന്നുള്ളതും ഈ പറയുന്ന മേളക്കാർ കലാകാരന്മാർ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതും കമ്മിറ്റിക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ സുധീഷ് ചേട്ടനൊക്കെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല അവിടെ രാത്രിയിൽ അന്നദാനമില്ല, രാവിലെ മാത്രമേ അന്നദാനം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന ഈ മേളക്കാർക്ക് വെച്ചിരിക്കുന്ന ഭക്ഷണം എടുക്കാൻ പോകുമ്പോൾ ധിക്കാരത്തോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി താങ്കൾ ആരായിരുന്നാലും, ഇനി നരേന്ദ്രമോദിജി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആയിരുന്നാൽ പോലും വന്ന് എടുക്കുമ്പോൾ ഒരു മിനിമം മര്യാദയാണ് അവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് എടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ ശരീരഭാഷ വ്യക്തമാണ്. പൂർണ്ണമായിട്ടും നേരിട്ട് വന്ന് വരുന്നു, കടന്നു വരുന്നു, പാത്രം എടുക്കുന്നു, ഭക്ഷണം എടുക്കുന്നു, കറി എടുക്കുന്നു. തിരിച്ചു പോകാൻ നേരത്തെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു, അപേക്ഷിക്കുന്നു. അത് അവർക്ക് വെച്ചതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ആ ഓഡിയോ കൃത്യമായിട്ട് കേൾക്കുന്നവർക്കറിയാം എന്തായാലും എടുത്തില്ലേ കഴിച്ചോളൂ എന്നാണ് ആ വ്യക്തി പറയുന്നത്. അല്ലാതെ കഴിക്കാതെ വെച്ചിട്ട് പോടാ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പറഞ്ഞിട്ടില്ല. ഇനി ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്ര സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തു കൂട്ടിയ പീയൂഷിന്റെയും ആ ക്യാമറാമാന്റെയും വലിയ മനസ്സ് ആരും കാണാതെ പോരുത്. നാണമുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതും പ്രത്യേകിച്ച് ഒരു ഭഗവതിയുടെ ഒരു ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ, ദേവിയുടെ ക്ഷേത്രത്തെ, ദേവിയെ പോലും അപമാനിക്കുന്ന രീതിയിൽ ആ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തെ വിശ്വാസികളെയും എല്ലാവരെയും അപമാനിക്കുന്ന രീതിയിൽ താങ്കൾ ചെയ്ത ഈ ഭോഷ്കിനെ ശുദ്ധ തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിനെതിരെ ഭക്തജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രാദേശിക വിഷയമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ചെയ്യാൻ ഇനിയും മനസ്സും കൊണ്ട് നടക്കുന്ന, വെറി പിടിച്ച് നടക്കുന്ന, വെറുപ്പിന്റെ ഒരു സന്ദേശം പകരുന്ന രീതിയിൽ ഭക്തജനങ്ങൾക്കിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ കമ്മിറ്റിക്കാർക്കെതിരെയായാലും ക്ഷേത്രത്തിനെതിരെയായാലും ഇനി മറ്റ് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിൽപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക ജിഹാദികൾക്കായാലും അവർക്കൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ക്ഷേത്രത്തെയാണ് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നതെന്ന് നിങ്ങൾ ബോധവാനാവേണ്ടതുണ്ട്. അതുകൊണ്ട് മറുനാടൻ ഷാജൻ സാർ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് താക്കീത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇനിയും ജനങ്ങളുടെ സമക്ഷം കൊണ്ടുവരുന്ന വിഷയങ്ങളും വീഡിയോകളും ഒക്കെ വ്യാജമായിട്ട് കൊണ്ടുവരുന്നതാണോ, കാശ് വാങ്ങിയിട്ട് ചെയ്യുന്നതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇയാളൊരു വിശ്വാസിയാണ് എന്നാണ് എന്റെ ധാരണ. പക്ഷെ വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത് പീയൂഷ് സ്വയം ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് പീയൂഷിന് വേണ്ടിയിട്ട് കമ്മിറ്റിക്കാരെയും അമ്പലത്തിനെയൊക്കെ കുറ്റം പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇത് പീയൂഷ് കൃത്യമായിട്ടും പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ആണെന്നുള്ളത് ആ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. മാത്രമല്ല ആ പാവം പിടിച്ച സുധീഷ് എന്ന് പറയുന്ന ആ കമ്മിറ്റിക്കാരൻ, അവരൊക്കെ 8 ദിവസം, ഇന്നിപ്പോ 5ാമത്തെ ദിവസം, ഇന്ന് 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് എന്റെ അറിവ്. ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരെ തെറിവിളിക്കാൻ നിങ്ങൾ കാട്ടുന്ന ആ മനസ്സുണ്ടല്ലോ, അത് പീയൂഷിനോടുള്ള നിങ്ങളുടെ സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടുമാണ്. പക്ഷേ നിങ്ങളുടെ ആ സ്നേഹവും ആത്മാർത്ഥതയും മുതലെടുത്തുകൊണ്ട് പീയൂഷ് ചെയ്തിട്ടുള്ള ഇതിനെതിരെ കൂടി നിങ്ങൾ ശബ്ദിക്കാൻ, നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവുമെന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.